അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നല്ലവരാക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരാകാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മളോട് സ്നേഹം മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വെറുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നല്ലൊരു വ്യക്തിത്വമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ്, ഒരുപാട് പേരെന്നല്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരം കിട്ടാൻ, അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാൻ, കുടുംബത്തിലുള്ളവരായിക്കോട്ടെ. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നാത്തൂന്മാർ തമ്മിലുള്ള പ്രശ്നം, അമ്മായിമ്മ മരുമകൾ അങ്ങനെ തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായാലും ആ പ്രശ്നങ്ങളൊക്കെ മറന്നുള്ള സ്നേഹം, എല്ലാവർക്കും നമ്മളോട് പരസ്പരം സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയായിരിക്കും അല്ലേ. അല്ലാതെ ആരും എന്നെ സ്നേഹിക്കണ്ട, എന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി അങ്ങനൊന്നും പറഞ്ഞ് നടക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പരസ്പരം സ്നേഹിക്കണം, വേറെയുള്ള ആൾക്കാരെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം. കുടുംബത്തിലുള്ളവർക്ക് വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാവരും നല്ല രീതിയിൽ ഒന്നിക്കണം എന്നൊക്കെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെറുതാണെങ്കിലും കൂടി അതിൻ്റെ മഹത്വം ഒരുപാടുണ്ട് കേട്ടോ. വലിയ മഹത്വങ്ങൾ, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു അമൽ തന്നെയാണിത്. പിന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഇതാരും ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടി ഉണ്ടായേക്കാം. അല്ലാഹു തആലയുടെ ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തിരിച്ചടി ഉറപ്പാണ്. അപ്പോൾ ദുരുപയോഗമൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ, നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കളങ്കം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ വ്യക്തികൾ ആരാണോ എന്തായാലും അവരുടെ സ്നേഹം നമുക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും ദുരുപയോഗം ചെയ്യരുതെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇനി ഒരുപാട് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനാദ്യം തന്നെ നമുക്ക് കുറച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ജനങ്ങളൊക്കെ ഉപദ്രവിച്ച് നടക്കുക, അതുപോലെ തന്നെ ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാതിരിക്കുക, നമ്മൾ എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ച് നടക്കുക, അതുപോലെ തന്നെ അഹങ്കാരത്തോടെ നടക്കുക, ഒരു വിനയമൊന്നും ഇല്ലാതെ പെരുമാറുക, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം നമ്മുടെ സ്വഭാവം നല്ല രീതിയിലാക്കണം, അതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന അമലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം ഒന്ന് അന്വേഷിച്ച് നോക്കുക. അതായത് നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിച്ച് നോക്കുക, ഓക്കെ ഞാൻ ഇങ്ങനെയാണോ, ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലവരാവുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നമ്മൾ നല്ലവരാവുക. പിന്നെ അടുത്തത് നമ്മൾ നല്ല ഭയഭക്തി ഉള്ളവരായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അല്ലാതെ കണ്ട എല്ലാ തെറ്റും കുറ്റും കള്ളക്കടിയും എല്ലാം ചെയ്യും എന്നിട്ട് എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് നടന്നാൽ അതിലൊരു അർത്ഥവും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വിനയത്തോടെ പെരുമാറുക, എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നവരാവണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാതെ തന്നെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ, വിനയത്തോടെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത് നമ്മൾ പൊങ്ങച്ചും അഹങ്കാരമൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊങ്ങച്ചും അഹങ്കാരമൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ചെറുതായിട്ട് എന്തെങ്കിലും അല്ലാഹു തആല അനുഗ്രഹം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിച്ച് നടക്കാം, ആരെ മുഖത്തൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ ജാട കാട്ടി നടക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നമ്മൾ അഹങ്കാരവും പൊങ്ങച്ചൊക്കെ കാണിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും നമ്മൾ സ്നേഹിക്കാൻ പോണില്ല, എല്ലാവർക്കും നമ്മളോട് വെറുപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരെ കണ്ടാലും പുഞ്ചിരിക്കാൻ പഠിക്കുക. പുഞ്ചിരിയെക്കുറിച്ച് അറിയാമല്ലോ, പുഞ്ചിരി എന്ന് പറഞ്ഞാൽ സ്വതക്കയാണ്. അപ്പോൾ നമ്മൾ ആരെ കണ്ടാലും പുഞ്ചിരിക്കുക, ഓക്കെ, എല്ലാവരോടും പുഞ്ചിരിച്ച് നടക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടി സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സഹായിക്കുക എന്ന് പറയുമ്പോൾ കുറേ പൈസ കൊടുക്കുക എന്നല്ല അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മളാൽ കഴിയുന്ന വിധം ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക. അടുത്ത കാര്യം, നമ്മൾ എന്തൊരു കാര്യം നമ്മൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നല്ല ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ആർക്കാനും വേണ്ടി ചെയ്യാതെ നമ്മളിങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്യാതെ നല്ല ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ചെയ്യാം. അതായത് നമ്മളിപ്പോൾ മറ്റുള്ളവർ നമ്മളെ എന്ത് ഏൽപ്പിച്ചാലും അവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ നല്ല ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടു കൂടിയും വേണം ചെയ്യാൻ. നമ്മളെ കാര്യത്തിൽ നല്ല സത്യസന്ധത വേണം. അതായത് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ സത്യസന്ധമായിട്ട് ബിഹേവ് ചെയ്യണം, പെരുമാറണം. പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ നമ്മൾ എന്ത് ഏൽപ്പിച്ചാലും അതിൽ നല്ല ആത്മാർത്ഥത പുലർത്തണം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എപ്പോഴും വിശ്വാസമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു
എല്ലാവരും നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ യോഗ്യരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഇപ്പോൾ ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആളായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കള്ളവും കൊലപാതകവും നടക്കാതെ നല്ല ആളായിരിക്കുക, എല്ലാവരോടും നല്ല സ്നേഹമുള്ള ആളായിരിക്കുക. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും നിങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഈ ഒരു അമൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ നല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മളോട് നല്ല സ്നേഹമായിരിക്കും. നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും നമ്മൾ ആരൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ കേട്ടോ, നമ്മൾ ആരൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ നമ്മളോട് നല്ല പെരുമാറ്റമായിരിക്കും, നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ എന്താണ് അമൽ എന്ന് പറഞ്ഞത്? ആദ്യം തന്നെ നമുക്ക് അല്ലാഹു തആലയുടെ ഒരു ഇസ്മിനെ കുറിച്ച് ചൊല്ലാനുണ്ട്, ഒരു ഇസ്മ ചൊല്ലാനുണ്ട്. അപ്പോൾ ഏതാണ് ഇസ്മ എന്ന് പറഞ്ഞുതരാം. ഇസ്മ ഇതാണ്, യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, സ്നേഹിക്കുന്നവനെ എന്നാണ് കേട്ടോ ഇതിന് അർത്ഥം വരുന്നത്. ഇത് നമ്മൾ 20 തവണയാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ 165-ാമത്തെ ആയത്തായിട്ടുള്ള ഈ ഒരു ആയത്ത് നമ്മൾ 11 തവണയോ 33 തവണയോ ഓതാം. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഈ രണ്ടിലും ഏതെങ്കിലും ഒരു തവണ ഓതിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് വ്യക്തിയെയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികളെയാണോ ഏത് സമൂഹത്തെയാണോ നമ്മൾ അത് പറഞ്ഞ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടേത് ആത്മാർത്ഥമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കും. എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ നല്ല സ്നേഹമുള്ളവരായിത്തീരും, നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടവരായിത്തീരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴേ യൂട്യൂബ് നല്ല വീഡിയോ എന്ന് വിചാരിച്ച് ഒരുപാട് പേരുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ വേറൊരാളിലേക്ക് ഒരു അറിവ്, ഒരു അമൽ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നിങ്ങളിലേക്കും അല്ലാഹു തആല അതിൻ്റെ അനുഗ്രഹം ഇറക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.